നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച ഉച്ചയോടെയാണ് വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തിയത്. ചേർപ്പ് തിരുവള്ളക്കാവിൽ റോഡിൽ മാലിന്യം തള്ളിയ ബൈക്ക് യാത്രികർക്കെതിരെ നടപടിയെടുത്ത് പഞ്ചായത്ത് അധികൃതർ. മാലിന്യം തള്ളുന്നതിന്റെ വീഡിയോ ദൃശ്യം സഹിതമാണ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗോൾ ഷൂട്ട് ബോൾ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയിയായ ചേർപ്പ് ലൂർദ് മാതാ ഹൈസ്കൂൾ സഖ്യാംഗം PMEAക്ക് അനുമോദനം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച ഉച്ചയോടെയാണ് വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തിയത്. പാലത്തിന്റെ ഇരുമ്പ് കൈവരിയിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് ജീവനൊടുക്കിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുഴയിലേക്ക് ചാടി ജീവനൊടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ കഴിഞ്ഞ വർഷമാണ് കരുവന്നൂർ വലിയ പാലത്തിന് ഇരുവശങ്ങളിലുമായി ഫെൻസിംഗ് സ്ഥാപിച്ചത്. പുതിയ പാലം വന്നതോടെ പഴയ പാലം വർഷങ്ങളായി ഉപയോഗശൂന്യമായ സ്ഥിതിയിലാണ്. ചേർപ്പ് തിരുവള്ളക്കാവിൽ റോഡിൽ മാലിന്യം തള്ളിയ ബൈക്ക് യാത്രികർക്കെതിരെ നടപടിയെടുത്ത് പഞ്ചായത്ത് അധികൃതർ. മാലിന്യം തള്ളുന്നതിന്റെ വീഡിയോ ദൃശ്യം സഹിതമാണ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവള്ളക്കാവ് ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്ക് യാത്രികർ റോഡരികിൽ മാലിന്യം തള്ളിയത്. പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന മാലിന്യം റോഡരികിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം മറ്റൊരു വാഹനയാത്രികർ മൊബൈൽ ഫോണിൽ പകർത്തുകയും അധികൃതർക്ക് പരാതിയായി അയക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിൽ അധികൃതർ തിരുവള്ളക്കാവിലെത്തി പരിശോധന നടത്തി. ഉടമയെ തിരിച്ചറിഞ്ഞതോടെ ഇയാളിൽ നിന്ന് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിന് പിഴ ഈടാക്കുകയും ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും തുടരുന്നതിനിടയിലാണ് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗോൾ ഷൂട്ട് ബോൾ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയിയായ ചേർപ്പ് ലൂർദ് മാതാ ഹൈസ്കൂൾ സഖ്യാംഗം PMEAക്ക് അനുമോദനം. തൃശൂർ യൂണിയനും ചേർപ്പ് നവരശ്മി യൂണിറ്റും സംയുക്തമായാണ് അനുമോദനം നൽകിയത്. ബാലജനസഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ് ഉപഹാരം PMEAക്ക് സമ്മാനിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ, നവരശ്മി യൂണിറ്റ് സഹകാരി KL ആന്റണി, സഖ്യാംഗങ്ങളായ TS അലീന, ഫിയോന റോസ് ജിജോ, MM നന്മയ, സാന്ദ്ര K നായർ, സിയാമേരി ബാബു, മുഹമ്മദ് നൌഫൽ, ദേവനാഥ് S നായർ, PV അഷ്ടമി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇത് രണ്ടാം തവണയാണ് അവിടെ മെഡൽ നേടുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 9ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ കഴിയുക എന്നുള്ള അസുലഭമായ നേട്ടം അവൾ കൈവരിച്ചു. അസാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തി ഈ നേരത്ത് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. ഈ വിദ്യാലയത്തിന്റെ PTA മാഷ് ജോബി മാഷാണ്. ജോബി മാഷിന്റെ ശിക്ഷണത്തിൽ ഒരുപാട് മിടുക്കര് ദേശീയ തലത്തിലേക്കും സംസ്ഥാന തലത്തിലേക്കും ഹോക്കിയിലായാലും ഈ വിദ്യാലയത്തിൽ നിന്ന് ടീമിലെ അംഗങ്ങളുണ്ട്. ഇനിയും ഈ തൃശ്ശൂർ ജില്ലയിലെ സ്പോർട്സിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാലയമായിട്ട് ലൂർദ് മാതാ മാറുന്നു. അത് അഭിമാനകരമാണ്. തൃശൂരിൽ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു നശിപ്പിച്ച് സിറ്റി പോലീസ്. പുതുക്കാട്ടെ മഹാദേവ ബ്രിക്സ് വർക്ക്സ് എന്ന ഓട്ട് കമ്പനിയിലാണ് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് നേതൃത്വം നൽകി. 60 കിലോ കഞ്ചാവ്, മെത്താഫിറ്റമിൻ 134 ഗ്രാം, 390 ഗ്രാം ഹാഷിഷ് ഓയിൽ കൂടാതെ കഞ്ചാവ് ബീഡിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും നശിപ്പിച്ചവരിൽ പെടും. കോടതിയുടെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കിയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായ ബോധവൽക്കരണം പൊതുജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലീസ് തന്നെ പുറത്തുവിടുന്നത്. തൃപ്രയാറിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. ഗീതാഗോപി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന നാട്ടിക പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. തൃപ്രയാറിലെ ഗതാഗതക്കുരുക്കും വാഹനഗതാഗത അപാകതകളും തടസ്സങ്ങളും പരിഹരിക്കുകയാണ് മാസ്റ്റർ പ്ലാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് റോഡിലൂടെ ക്ഷേത്രം റോഡിലെത്തി മേൽപ്പാലത്തിനടിയിലൂടെ വടക്ക് ഭാഗത്തെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു തുടങ്ങി. ദേശീയപാത ബൈപ്പാസ് റോഡും സർവീസ് റോഡുകളും തുറന്നതോടെയാണ് തൃപ്രയാർ ക്ഷേത്രം റോഡിലെ മേൽപ്പാലത്തിനടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. ഇതോടെ ഇവിടെ അപകടങ്ങളും പതിവായി. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടെയുള്ള ഗതാഗത തടസ്സം. ഇതോടൊപ്പം ഗുരുവായൂരിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാതിരുന്നത് യാത്രക്കാർക്ക് ദുരിതമായി. ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നത്. ഞാൻ അവിടെ തന്നെ ഇരുന്ന സ്പീഡിൽ കാര്യം പറഞ്ഞു. നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്. ബസ് കംപ്ലീറ്റ് അവിടെ സ്റ്റാൻഡിനകത്ത് കയറാതെയാണ് ഈ ടെമ്പിൾ റൂട്ടിൽ നിന്ന് തിരിച്ച് അവർ പോകുന്നത്. അപ്പം വണ്ടി ഒന്ന് തിരിച്ചാൽ ബസ് സ്വാഭാവികമായിട്ട് തിരിച്ചാൽ മുഴുവൻ രണ്ട് സൈഡിലെ വണ്ടികൾ സ്റ്റോപ്പായി നിൽക്കും. ഈ വണ്ടി ഒന്ന് തിരിഞ്ഞ് കിഴക്കോട്ട് അവർ പോകുന്ന ഉദ്ദേശം അനുസരിച്ച് പോകാനുള്ള സമയം അവർക്ക് കുറവായതുകൊണ്ടാണ് അവർ അതേ റൂട്ടിൽ വെച്ച് തന്നെ ബസ് തിരിച്ചു പോകുന്നത്. നമുക്കറിയാലോ ഒരു ബസ് റൂട്ടിൻ്റെ സംവിധാനമൊക്കെ വെച്ച് പോകുന്ന റൂട്ട് കറക്റ്റായിട്ട് പോകുമ്പോൾ യാത്രാ കുരുക്കുകളോ പ്രയാസങ്ങളോ ഒന്നും ജനങ്ങൾ അനുഭവിക്കുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന വിഷയം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നില്ല, അവർ ഈ ടെമ്പിൾ റൂട്ടിൽ വെച്ച് അത് തിരിഞ്ഞു. അതെന്തായാലും നമുക്ക് പ്രയാസമുണ്ടാകും. അതിനെ സംബന്ധിച്ചുള്ള ഒരു റിക്വയർമെൻറ്റ്, ഒരു മാറ്റം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഞാൻ ഇന്നലെ കുറച്ച് നേരം സംസാരിച്ചു. ബസ് സ്റ്റാൻഡിനകത്ത് കയറി വണ്ടി തിരിച്ച് നമുക്ക് ഇതേ റൂട്ടിലൂടെ തന്നെ ഞാൻ സജഷൻ മാത്രം പ്രസിഡൻ്റ് അതിന് മറുപടി തന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ വണ്ടി ഈ രീതിയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ടെമ്പിൾ സിറ്റിയിലെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുമോ? വടക്ക് ഭാഗത്തു നിന്ന് കിഴക്കുഭാഗത്തെ സർവീസ് റോഡിലൂടെ വരുന്ന ബസ്സുകൾ മേൽപ്പാലത്തിന് താഴെ പടിഞ്ഞാറേ സർവീസ് റോഡിലൂടെ TSGA റോഡിലൂടെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. മേൽപ്പാലത്തിന് കീഴിലുള്ള താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങൾ, ക്ഷേത്രം റോഡിൽ ഇരുവശത്തുമുള്ള ഇരുചക്രവാഹന പാർക്കിംഗ് എന്നിവ ഒഴിവാക്കുന്നത് ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. പോലീസ് ചിന്തിക്കുന്നത് ഒരുപാട് ഡ്യൂട്ടിയുണ്ട്, അതിനിടയിൽ ട്രാഫിക്കും ഞങ്ങൾ നോക്കുന്നില്ല. ശരിക്കും നല്ലൊരു ട്രാഫിക് എന്ന് പറയുന്നത് നമ്മുടെ നഗരത്തിൻ്റെ മോശമാക്കുന്നത് മാത്രമല്ല, മറ്റ് സീനിയർ ഓഫീസേഴ്സും നാട്ടുകാരൊക്കെ ഇവിടെ പറഞ്ഞ പോലെ കടന്നു പോകുന്ന സമയത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രോഗികൾ, മറ്റ് റോഡിനെ ആശ്രയിക്കുന്ന പല ആളുകൾക്കും ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ട്രാഫിക്കിൻ്റെ പരിഷ്കാരങ്ങൾ ഒന്നുകിൽ അത് വ്യാപാരികൾക്ക് ഇഷ്ടമാവില്ല. പലർക്കും അപ്പോൾ ഞാൻ എപ്പോഴും അതിനെ സജസ്റ്റ് ചെയ്യാറ് ചില പരീക്ഷണങ്ങൾ 2 ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നടപ്പിലാക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. പലപ്പോഴും ഇതിനെ എതിർക്കുക എന്ന് വെച്ചാൽ പോലീസ് തീരുമാനം എടുത്താൽ പിന്നെ ഇരുമ്പോഴൊക്കെ അല്ലെങ്കിൽ തർക്കട മുഷ്ടി പോലെ നിൽക്കുക, അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സമയാസമയങ്ങളിൽ അതിനുള്ള റെക്കമെൻഡേഷനൊക്കെ ചെയ്ത് നമുക്കൊരു ഇന്റർവ്യൂ സംവിധാനം എന്താ ചെയ്യാൻ പറ്റും. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് മുൻപായി മേൽപ്പാലത്തിനടിയിലെ തടസ്സങ്ങൾ ഒഴിവാക്കി റോഡിന് വീതി കൂട്ടി ചരലിട്ട് ഉയർത്തുമെന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പ് നൽകി. അടുത്തയാഴ്ചയോടെ റോഡിന്റെ പണികൾ പൂർത്തിയാക്കുന്നതിലൂടെ വെള്ളക്കെട്ടും ഒഴിവാക്കും. പോളി ജംഗ്ഷനിൽ ഇരുവശത്തുമായി റോഡുകൾക്ക് വീതി കൂട്ടണമെന്നും നടപ്പാതയിലെ അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കണമെന്നും നാട്ടിക സെന്ററിൽ ദേശീയപാത സർവീസ് റോഡിലെ ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. ഗീതാഗോപി MLA അധ്യക്ഷയായ യോഗത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, DYSP P. പ്രമോദ്, വലപ്പാട് CI K. അനിൽകുമാർ, നാട്ടിക ജോയിന്റ് RTO മഞ്ജുള, ദേശീയപാത നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ പ്രതിനിധികളായ O. ബിനു, P. ഷിബു, നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി J. ഹേമചന്ദ്രൻ, PM സിദ്ദിഖ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 8 നടപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് അംഗീകാരമായി. ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും.
ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതി കടന്നുപോകുന്ന മേഖലയിലെ നാട്ടുകാർ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് പദ്ധതി അംഗീകാരത്തോടെ യാഥാർത്ഥ്യമാകുന്നത്. കാപ്പിരിക്കാട്, തളിക്കുളം, കൊടുങ്ങല്ലൂർ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് ദേശീയപാത 66 ആറുവരിപ്പാത വികസന പദ്ധതിയുടെ ഭാഗമായുള്ള 8 നടപ്പാലങ്ങൾ നിർമ്മിക്കുക. 12.99 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. മന്നളംകുന്ന്, എടക്കഴിയൂർ, മണത്തല, പൊക്കുളങ്ങര, നാട്ടിക സെന്റർ, വലപ്പാട് ഹൈസ്കൂൾ, കൊപ്രക്കളം, പള്ളിനട എന്നിവിടങ്ങളിലായാണ് 8 നടപ്പാലങ്ങൾ നിർമ്മിക്കുക. ദേശീയപാത വികസനത്തെ തുടർന്ന് കാൽനട യാത്രികർ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് ബന്ധപ്പെട്ട പദ്ധതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ 1 മാസത്തിനകം പൂർത്തിയാകുന്നതോടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് ഗീതാഗോപി MLA അറിയിച്ചു. ഇതിനു മുന്നോടിയായി പദ്ധതിയുടെ വിശദമായ എസ്റ്റിമേറ്റിനും രൂപരേഖയ്ക്കും അന്തിമ അംഗീകാരവും ലഭ്യമാക്കും. മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടുത്തെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കപ്പെടാൻ സർക്കിൾ ഇൻസ്പെക്ടറും DVSPയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി നമ്മുടെ ഓവർ ബ്രിഡ്ജിന് താഴെയുള്ള വെള്ളക്കെട്ടും അവിടുത്തെ ട്രാഫിക് പ്രോബ്ലം പരിഹരിക്കാൻ ഇന്ന് നമ്മൾ എടുത്ത തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാണ്. കൂടാതെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വലിയൊരു തീരുമാനം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലപ്പാട് നമുക്കൊരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തിയാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. നാട്ടിക സെന്ററിലും വലപ്പാട് ഹൈസ്കൂളിന് പുറകിലും 2 ഫുട് ഓവർ ബ്രിഡ്ജിന് നാഷണൽ ഹൈവേയുടെ അനുമതിയായിട്ടുണ്ട്. അതിന്റെ വർക്ക് സ്ഥലം അക്വയർ ചെയ്യുന്നതിന്റെ പുറകെ ആരംഭിക്കുന്നു. പനംകുളം DMLP സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗം പ്രവേശനോത്സവം വർണ്ണാഭമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ അമ്മമാരുടെ ഒക്കത്തിൽ നിന്നും മടിയിൽ നിന്നും കൊച്ചു കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2ാമത്തെ വീടാണ് സ്കൂള്. അമ്മമാർ കഴിഞ്ഞ 2ാമത്തെ അമ്മമാരും ടീച്ചേഴ്സാണ്. അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, അവരെ നല്ല ശീലം വളർത്തുന്നതിന് വേണ്ടി, സൗഹൃദം പങ്കിടുന്നതിന് വേണ്ടി, സ്നേഹിക്കുന്നതിന് വേണ്ടി അങ്ങനെ നല്ലൊരു മാതൃക നമ്മുടെ നാടിൽ ഉണ്ടാവട്ടെ. അവരുടെ കാര്യങ്ങളിൽ ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, അവരിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ വളർത്തിയെടുത്ത് നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ ടീച്ചർ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ആനിവേഴ്സറിയിൽ പങ്കെടുക്കുന്ന ഭാഗ്യമുണ്ടായി. സ്കൂൾ മാനേജർ A അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷമാണ് എല്ലാ സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് 1ഉം 2ഉം വീതം ഒരു വലിയ സ്കൂളിൽ തുടങ്ങിയത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഒരു മുഴം മുന്നിൽ തന്നെ ഞങ്ങൾ ഈ സ്ഥാപനത്തെ എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ്സുകളാക്കി അന്ന് മുതൽ ഞങ്ങളുടെ പ്രയത്നം തുടങ്ങിയതാണ്. ഇന്നും അതിന്റെ ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെയാണ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ KG ക്ലാസ്സുകളും ഇന്ന് സ്മാർട്ട് ക്ലാസ്സുകളാണ്. പ്രധാന അധ്യാപിക ഷാലി, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ധാർത്ഥൻ, കിൻഡർ ഗാർഡൻ വിഭാഗം പ്രധാന അധ്യാപിക അഖില എന്നിവർ സംസാരിച്ചു. നവാഗതരായ കുട്ടികൾ അധ്യാപകരുടെ സഹായത്താൽ മണലിൽ ആദ്യാക്ഷരം കുറിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത പ്രവേശനോത്സവത്തിൽ സമ്മാനങ്ങളും മധുരവും നൽകിയാണ് കുരുന്നുകളെ വരവേറ്റത്. കല്ലൂർ കള്ളായി മേഖലയിൽ നിന്ന് തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ച് ജനപ്രതിനിധികൾ തൃശൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി. ഗ്രാമങ്ങളിലൂടെയുള്ള സർക്കാരിന്റെ KSRTC ബസ് സർവീസുകൾ സുഗമമായി തുടരുമ്പോഴാണ് സർവീസ് അനിവാര്യമായ ഇടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കള്ളായി, വെള്ളാനിക്കോട് മലയോര പ്രദേശങ്ങളിലാണ് KSRTC ബസ് സർവീസിനായുള്ള ജനങ്ങളുടെ മുറവിളി ഉയരുന്നത്. കള്ളായി, വെള്ളാനിക്കോട് മലയോര പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ KSRTC ബസ് സർവീസ് ഇല്ല. ഈ മേഖലയിലെ ജനങ്ങൾ പ്രധാനമായും സ്വകാര്യ ബസ് സർവീസിനെയാണ് ആശ്രയിക്കുന്നത്. തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒട്ടേറെ രോഗികൾ 2 ബസ്സുകൾ മാറിക്കയറിയാണ് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുന്നത്. നിലവിൽ ഇതുവഴി KSRTC ബസ് സർവീസ് അനുവദിക്കുന്നത് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സഹായകരമാകും. പ്രദേശവാസികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതുമാണ് KSRTC ബസ് സർവീസ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറോൺ ജോൺ, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബനൻ ചുണ്ടേലപറമ്പിൽ, സൈമൺ നമ്പാടൻ, ജോജു ചാഴൂക്കാരൻ എന്നിവർ തൃശൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനവും സമർപ്പിച്ചു. കുട്ടികൾക്ക് വിൽപ്പന നടത്താനുള്ള കഞ്ചാവുമായി വാടാനപ്പള്ളിയിൽ വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ.
വാടാനപ്പള്ളി സ്വദേശി പാടിയത്ത് വീട്ടിൽ സഞ്ജയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 7:45 വാടാനപ്പള്ളി ജവഹർ റോഡ് പരിസരത്ത് നടന്ന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഇയാൾ വിൽപ്പനയ്ക്കായുള്ള കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. 2025 വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന വധശ്രമ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച മറ്റൊരു കേസിലും പ്രതിയാണ് അറസ്റ്റിലായ സഞ്ജയ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പന നടത്താനുള്ള MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അറസ്റ്റിൽ. പെരിഞ്ഞനം സ്വദേശി അടിപ്പറമ്പിൽ വീട്ടിൽ ആകാശാണ് അറസ്റ്റിലായത്. 4 ലഹരിമരുന്ന് കേസുകളടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ആകാശ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 4:15 പുന്നക്കുരു റോഡിൽ ഇരുമ്പൻ വളവ് എന്ന സ്ഥലത്ത് നിന്നാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് മാരക മയക്കുമരുന്നായ MDMAയും വിൽപ്പനയിലൂടെ അനധികൃതമായി സമ്പാദിച്ച 3200 രൂപയും പോലീസ് പിടിച്ചെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദേശീയപാത 66 പെരിഞ്ഞനത്ത് ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. ഡ്രൈവർമാർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 1:30 പെരിഞ്ഞനം യമുന ഹാളിന് മുന്നിലായിരുന്നു അപകടം. NH നിർമ്മാണ കമ്പനിയുടെ കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുപോകുന്ന ലോറിയും കായ കയറ്റിപ്പോയിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇരു ലോറികളിലെയും ഡ്രൈവർമാരായ ഉത്തർപ്രദേശ് സ്വദേശി രഞ്ജിത്ത് സിംഗ്, തമിഴ്നാട് സ്വദേശി രാജ്കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ഞനത്തെ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ചൂണ്ടക്കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടം. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി ആർക്കും പരിക്കേൽക്കാതെ എല്ലാവരും രക്ഷപ്പെട്ടു. തൃശൂർ ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡിലെ ഡിവൈഡറിലും അതിന്റെ അഗ്രഭാഗത്തായി സ്ഥാപിച്ചിരുന്ന ട്രാഫിക് സിഗ്നലിലും ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് നിന്നത്. ശക്തമായ ഇടിയിൽ KSRTC ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പിന്നീട് മറ്റൊരു KSRTC ബസ്സിൽ യാത്ര തുടർന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വൺവേക്ക് സമീപം സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഡ്രൈവർക്ക് നിസാരമായി പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തുനിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർദിശയിൽ നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ വൺവേ റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറാൻ തുടങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലേക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗവും കാറിന്റെ ഇരുവശങ്ങളും ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കിണർ ഇടിഞ്ഞു താഴ്ന്നു. 2 ബൈക്കുകളും ഗ്യാസ് സിലിണ്ടറും കിണറിനുള്ളിലേക്ക് വീണു. കാഞ്ഞിരക്കോട് തൊട്ടുപാലത്ത് സുക്താര ഹൗസിൽ സെയ്തുവിന്റെ ഉടമസ്ഥതയിലുള്ള കിണറാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത്. 15 കോൽ താഴ്ചയുള്ള കരിങ്കല്ല് കെട്ടിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. അപകട സമയത്ത് കിണറിനു സമീപം പാർക്ക് ചെയ്ത 2 ബൈക്കുകളും ഒരു ഗ്യാസ് സിലിണ്ടറും കിണറിനുള്ളിലേക്ക് വീണു. സമീപത്തെ വടക്കൻ വീട്ടിൽ ഷീന എന്നിവരും കൂടി ആശ്രയിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞത്. കിണറിന്റെ ബാക്കി ഭാഗങ്ങളും ഇടിഞ്ഞു താഴാൻ സാധ്യതയുള്ള തരത്തിൽ ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. അളഗപ്പ നഗറിൽ സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരന്തരപ്പള്ളി വേലുപാടം കിണർ സ്വദേശി കരിയത്താൻ വീട്ടിൽ വേലായുധന്റെ മകൻ അഭിജിത്താണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയിലാണ് മരിച്ചത്. ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. കല്ലൂർപ്പാടം വഴിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച്
അളഗപ്പ പാർക്കിന്റെ കമ്പിവേലിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അമ്മ അംബിക, സഹോദരൻ ആഷിഖ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച ഉച്ചയോടെയാണ് വലിയ പാലത്തിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തിയത്. ചേർപ്പ് തിരുവള്ളക്കാവിൽ റോഡിൽ മാലിന്യം തള്ളിയ ബൈക്ക് യാത്രികർക്കെതിരെ നടപടിയെടുത്ത് പഞ്ചായത്ത് അധികൃതർ. മാലിന്യം തള്ളുന്നതിന്റെ വീഡിയോ ദൃശ്യം സഹിതമാണ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗോൾ ഷൂട്ട് ബോൾ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയിയായ ചേർപ്പ് ലൂർദ് മാത ഹൈസ്കൂൾ സഖ്യാംഗം PMEAക്ക് അനുമോദനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.